ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ നടപടികളെ അപലപിച്ച് GCC. സൗദിയിൽ ചേർന്ന ഗൾഫ് രാജ്യങ്ങളുടെ സംയുക്ത യോഗം ഇറാന്റെ നിലപാടുകളെ തള്ളി. അതേസമയം അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന കരാറാകും ഇറാനുമായി ഉണ്ടാക്കുകയെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഹോർമസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനോ സുരക്ഷിത യാത്രയ്ക്ക് ഫീസ് ഈടാക്കുന്നതിനോ ഇറാന് യാതൊരു അവകാശവുമില്ലെന്ന് GCC രാജ്യങ്ങളുടെ യോഗം. ഇറാന്റേത് നിയമവിരുദ്ധ നടപടികളാണെന്നും യുദ്ധത്തിന് മുമ്പുള്ള നിലയിലേക്ക് കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നും ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ, കുവൈത്ത്, UAE രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഒമാൻ യോഗത്തിൽ പങ്കെടുത്തില്ല. അമേരിക്കൻ നാവിക ഉപരോധം മൂലം ഇറാൻ എണ്ണ ഉൽപ്പാദനം കുറയ്ക്കാൻ നിർബന്ധിതമാകുമെന്ന് അമേരിക്കൻ റഷ്യ സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കി. പ്രതിദിനം $50 കോടി പുറമെ $17 കോടി നഷ്ടം കൂടി ഇതിലൂടെ ഇറാൻ ഉണ്ടാകുമെന്നും ബെസന്റ് എക്സ്പോസ്റ്റിൽ പറഞ്ഞു. ഇറാന്റെ ഷാഡോ ബാങ്കിങ്ങും ക്രിപ്റ്റോ കറൻസി ഇടപാടുകളും ഷാഡോ കപ്പൽ വ്യൂഹവും ആയുധം വാങ്ങൽ ശൃംഖലയും ഇതിലൂടെ തകരുമെന്നും നടപടികൾ മൂലം ഇറാനിൽ നാണയപ്പെരുപ്പം ഇരട്ടിയാകുമെന്നും ബെസന്റ് പറഞ്ഞു. ഇറാൻ തകർച്ചയെ നേരിടുകയാണെന്നും ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകണമെന്ന് ആവശ്യപ്പെട്ടതായും ട്രംപ് ഇന്നലെ ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞിരുന്നു. അതിനിടെ ലെബനോണിലെ വെടിനിർത്തൽ പാലിക്കാൻ ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഇറാൻ UN രക്ഷാസമിതിയോട് ആവശ്യപ്പെട്ടു. ഇറാൻ എണ്ണക്കപ്പലുകൾ പിടിച്ചെടുത്ത അമേരിക്കയുടെ നടപടി കടൽ കൊള്ളയാണെന്നും ഇറാൻ ആരോപിച്ചു. അമേരിക്കയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന കരാറാകും ഇറാനുമായി ഉണ്ടാക്കുകയെന്ന് വൈറ്റ് ഹൌസ് വക്താവ് അന്ന കെല്ലി പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.